വലത് ഗവൺമെന്റ് ആകട്ടെ ഇടത് ഗവൺമെന്റ് ആകട്ടെ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ പറ്റിച്ചേർന്ന് നിൽക്കുന്നവർക്ക് ആശ്രിതർക്ക് എങ്ങനെ ആജീവനാന്ത പെൻഷൻ നൽകാം എന്ന ചിന്തയാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം വളരെ കൂടുന്നു. ഓർമ്മിക്കണം, കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിക്കുള്ള ആകെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം 16 മാക്സിമം 16. അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ എപ്പോഴും ധനപ്രതിസന്ധി എന്ന് പറഞ്ഞ് കൈകാലിട്ടടിക്കുന്ന കേരളത്തിൽ എന്ന് പറഞ്ഞാൽ 1980-കൾ തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ധനപ്രതിസന്ധി അത് ചിലപ്പോൾ വളരെ മൂർജിക്കും, ചിലപ്പോൾ കുറച്ച് ഒന്ന് തണുക്കും, വീണ്ടും അത് മൂർജിക്കും. ഇപ്പോഴാണെങ്കിൽ കേരളം കടക്കണിയുടെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തില് ധനപ്രതിസന്ധി അനുഭവിക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ ഈ തരത്തില് ഓരോ മന്ത്രിമാർക്കും, അതായത് ക്യാബിനറ്റ് മന്ത്രിക്ക് 16 പേഴ്സണൽ സ്റ്റാഫ് ഉള്ളപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് 30-ലേറെ, 32 35 ഈ തരത്തിലൊക്കെ പേഴ്സണൽ സ്റ്റാഫ്. മറ്റ് മന്ത്രിമാർക്കൊക്കെ 25-നും 30-നും ഇടയ്ക്കാണ് പേഴ്സണൽ സ്റ്റാഫ്. വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് 20-നും 25-നും ഇടയ്ക്ക് പേഴ്സണൽ സ്റ്റാഫ് ഉള്ളത്. ഇനി ഇത്ര പേരുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഏറ്റവും ആശ്ചര്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 2 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അവരെ മാറ്റി വേറൊരു സെറ്റിനെ കൊണ്ടുവരുന്നു. എന്തിനാണ് ഇങ്ങനെ ഈ 2 വർഷവും ഒരു ദിവസവും, അതായത് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന അസംബ്ലിയിൽ കൊണ്ടുവന്നിരിക്കുന്ന നിയമം അനുസരിച്ച് തന്നെ 2 വർഷവും, അതായത് 3 വർഷമെങ്കിലും വേണം പെൻഷന് അർഹത നേടാൻ എന്നാണ് KSRലുള്ളത്. അപ്പൊ അതിന് മാറ്റം വരുത്തി എന്ന് വെച്ചാൽ കാതലായ മാറ്റമാണ്. ഒരു ദിവസം 2 വർഷവും ഒരു ദിവസവും പൂർത്തിയാക്കിയാൽ ആജീവനാന്തം പെൻഷൻ കിട്ടാനുള്ള അർഹത നേടുകയാണ് ഈ പറയപ്പെട്ട പേഴ്സണൽ സ്റ്റാഫ്. അപ്പൊ ഒരു മന്ത്രിക്ക് ഇപ്പോൾ തന്നെ 557 പേരാണ് ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലുള്ളത്. ഈ 557 പേർക്ക് പെൻഷൻ കൊടുക്കുന്നു എന്നതിലല്ല നമുക്ക് വിമർശനമുള്ളത്. അതായത് 2 വർഷം, പൊതുവെ മിനിമം പെൻഷൻ കിട്ടണമെങ്കിൽ 3 വർഷം എന്നുള്ളതാണ് നിയമം. അതിനെ മറികടന്ന് 2 വർഷവും ഒരു ദിവസവും സേവനം ചെയ്താൽ അത് 3 വർഷമായി കണക്കാക്കിക്കൊണ്ടാണ് പെൻഷൻ നിശ്ചയിക്കുന്നത്. അങ്ങനെ നിശ്ചയിക്കുന്ന പെൻഷൻ എത്രയാണ് എന്നല്ലേ? അങ്ങനെ നിശ്ചയിക്കുന്ന പെൻഷൻ 3350 രൂപയാണ് ആദ്യ മാസം പെൻഷനായി കിട്ടുക, അങ്ങനെ നിശ്ചയിക്കുന്ന ഒരാൾക്ക്. അപ്പോൾ എന്താണ് സംഭവിക്കുക? 2 വർഷവും ഒരു ദിവസവും കഴിഞ്ഞാല് ഈ പേഴ്സണൽ സ്റ്റാഫിൽ തന്നെ 2 തരക്കാരുണ്ട്. കുറച്ചു പേരൊക്കെ ഡെപ്യൂട്ടേഷനിൽ വരുന്നവരാണ്. ഈ ഡെപ്യൂട്ടേഷനിൽ വരുന്നവർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവര് PSC വഴിയോ ചിലപ്പോൾ പുറംവാതിൽ നിയമനം വഴി വന്നവരുമാകാം. PSC വഴി വന്നവരാണെങ്കിൽ അവരുടെ മികവ് തെളിയിച്ച് വന്നവരാണ്. അത്തരം വളരെ കുറച്ചു പേർ മാത്രം ഡെപ്യൂട്ടേഷനിൽ മന്ത്രിമാരെ സേവിക്കാൻ എത്തുന്നു. കാരണം മന്ത്രിമാരുടെ കാര്യക്ഷമത ഇങ്ങനെ സേവനം ചെയ്യുന്ന സ്റ്റാഫിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ മന്ത്രിമാർ കാര്യക്ഷമതയുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെ സേവനം ചെയ്യുന്നവരുടെ കാര്യക്ഷമത കൂടി ചേർന്നാൽ മാത്രമേ ആ കാര്യക്ഷമത പ്രാവർത്തികമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഡെപ്യൂട്ടേഷനിലുള്ള ഏതാനും പേർ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ എത്തിച്ചേരുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞതുപോലെയാണ്, മന്ത്രിക്ക് വേണ്ടപ്പെട്ടവരോ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരോ ആയിരിക്കും. അത്തരക്കാരെയാണ് ഇങ്ങനെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നവരെയാണ് 2 വർഷവും ഒരു ദിവസവും എന്ന് വെച്ചാൽ 2.5 വർഷമോ ചിലപ്പോൾ 2.5 വർഷം വരെ ചിലപ്പോൾ എടുത്തുന്നിരിക്കും, ചിലപ്പോൾ 3 വർഷത്തിനടുത്ത് വരെ എത്തിയെന്നിരിക്കും. കാരണം ഇനി അടുത്തൊരു ബാച്ച് വന്നാലും 2 വർഷം ഒരു ദിവസം ബാക്കി അവശേഷിക്കുന്നല്ലോ. 5 വർഷം പൂർത്തിയാക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ 2 സെറ്റ് പേഴ്സണൽ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാൻ ഇടവരുന്നു. അങ്ങനെ 2 സെറ്റ് പേഴ്സണൽ സ്റ്റാഫിനെ, അതായത് ആദ്യത്തെ സെറ്റിന് 2 വർഷവും ഏതാനും ദിവസവും, ഒരു പക്ഷെ 2.5 വർഷം വരെ അല്ലെങ്കിൽ 3 വർഷം തികയുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപേ അവരെ മാറ്റി അടുത്ത സെറ്റ് വരുന്നു. അടുത്ത സെറ്റിനും പെൻഷൻ അർഹതയുണ്ടാകാൻ 2 വർഷവും ഒരു ദിവസവും പ്രവർത്തിച്ചാൽ മതിയല്ലോ. ആ തരത്തില് 2 സെറ്റ് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്ത്
പിന്നെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നു. അവർക്ക് മുഴുവനും മന്ത്രിസഭ 5 വർഷം പൂർത്തിയാക്കി പിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട പേഴ്സണൽ സ്റ്റാഫിന് ആ പേഴ്സണൽ സ്റ്റാഫ് 2 വർഷം 1 ദിവസം പൂർത്തിയാക്കി പിരിയുന്നതിന്റെ ക്രമം അനുസരിച്ച് അവർക്ക് ആജീവനാന്ത പെൻഷനാണ് പിന്നെ കിട്ടുന്നത്. അപ്പൊ 3350 രൂപയാണല്ലോ തുടക്ക പെൻഷൻ. ഈ 3350 രൂപ തന്നെ ആയിരിക്കും അവസാനം വരെ അവർക്ക് പെൻഷൻ കിട്ടുക? അല്ല. അത് പെൻഷൻ പരിഷ്കരണം എപ്പോഴൊക്കെ നടപ്പാക്കുന്നുവോ അപ്പോഴൊക്കെ ആ പെൻഷൻ പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ കൂടി അവർക്ക് ലഭ്യമാകുന്നു. ഇതാണ് ഈ പെൻഷന് വേണ്ടി തലമാറുന്നു എന്ന ഹെഡിങ്ങിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാനിടയായ കാര്യം. അപ്പൊ നമ്മൾ ഓർക്കണം, ഈ ഫിസ്ക്കൽ ക്രൈസിസ്, ധനപ്രതിസന്ധി ഇത്ര രൂക്ഷമായിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇതുപോലെ ഈ ആൾക്കാരെ മാറ്റി പ്രതിഷ്ഠിച്ച്, അതായത് പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റി പ്രതിഷ്ഠിക്കുന്നതും ഒപ്പം തന്നെ എത്ര പേരെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് 16 പേർ മാത്രം പേഴ്സണൽ സ്റ്റാഫ് ഉള്ളപ്പോഴാണ് 30-ലേറെ പേരെ പേഴ്സണൽ സ്റ്റാഫാക്കി നമ്മുടെ സംസ്ഥാനത്ത് പിന്നെ അപ്പോയിന്റ് ചെയ്യുന്നത്. അവരെ ഒരിക്കൽ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവരെ പിരിച്ചു വിട്ടതിന് ശേഷം വേറൊരു സെറ്റിനെ അവർ പിരിഞ്ഞു പോകുന്നു. അവർ പിരിഞ്ഞു പോകുമ്പോൾ വേക്കൻസി ഉണ്ടാകുന്നു. ആ വേക്കൻസിയിൽ അടുത്ത സെറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഇത് LDFും UDFും തുടരുന്ന ഒരു പ്രക്രിയയാണ്. ഇത് സംസ്ഥാന ഖജനാവിനെ എത്ര കണ്ട് ശോഷിപ്പിക്കുന്നു, ഫിസ്ക്കൽ ക്രൈസിസ് എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. അപ്പൊ ഇതിനെപ്പറ്റി ഇത് ഇന്നും ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല. 2016 ഇതൊരു വലിയ ചർച്ചാ വിഷയമായതാണ്. അങ്ങനെ 2016 ഇത് ചർച്ചാ വിഷയമായ സമയത്ത് ഞാൻ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മീഡിയകളിലൊക്കെ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്തുള്ള ഒരു അനുഭവം കൂടി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാം. അപ്പൊ കേരളത്തിന്റെ ധനമന്ത്രി ആയിരുന്ന LDFിലെ ഒരു പ്രമുഖ നേതാവ്, ബഹുമാന്യ നേതാവ്, പ്രമുഖ നേതാവ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ബഹുമാന്യൻ, അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിലെ തന്നെ ആനത്തലവട്ടം ആനന്ദൻ, അദ്ദേഹം ഇപ്പോഴില്ല എങ്കിലും ഞാൻ ആ പേര് ഓർമ്മിക്കുകയാണ്. അതുപോലെ UDFിന്റെ ഭാഗമായ ഒരു പാർട്ടിയുടെ സമുന്നത നേതാവ്, അങ്ങനെ ഉള്ളവരായിരുന്നു ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ പ്രക്രിയ അന്നും 2016 കേരളത്തിലെ ഫിസ്ക്കൽ ക്രൈസിസ് നന്നായിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അന്ന് LDF ഗവൺമെന്റ് ഒരു വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തത് ഈ തരത്തിൽ കേരളം മുൻപോട്ട് പോവുകയാണ്, ഇനിയും UDF ഗവൺമെന്റ് ഭരണത്തിൽ വരികയാണെങ്കിൽ 2021-22 ഒക്കെ ആകുമ്പോഴേക്കും കേരളം കടക്കെണിയിലാകും. KSRTC പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നിന്നു പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ വൈറ്റ് പേപ്പർ അന്നത്തെ ഫിസ്ക്കൽ ക്രൈസിസിനെ പർവ്വതീകരിച്ച് കാണിച്ചതാണ്. പക്ഷെ നമുക്കറിയാം LDF വന്നാൽ എല്ലാം ശുഭമാകുമെന്ന് കൂടി ആ വൈറ്റ് പേപ്പർ പറഞ്ഞിരുന്നു. LDF ആണ് ഈ കേരളത്തിന്റെ ധനപ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏക മാർഗം എന്ന് ആ വൈറ്റ് പേപ്പർ വളരെ ശക്തമായിട്ട് പ്രഘോഷിച്ചിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? LDF വന്നിട്ട് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. UDF ഭരിച്ച കാലത്ത് ഒരിക്കലും ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. അത് മാത്രവുമല്ല, നമ്മുടെ ദിവംഗതനായ മുഖ്യമന്ത്രി, അതായത് മുഖ്യമന്ത്രി അതുപോലെ ധനമന്ത്രി മാണി സാറിന്റെ കാലത്ത്, അതുപോലെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്തൊന്നും ഒരിക്കലും നമ്മുടെ കടം നമ്മൾ അനുവദിക്കുന്ന, അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് മാൻഡേറ്റ് ചെയ്യുന്ന ആ റേറ്റ്, അതായത് അത് ഒരിക്കലും സഞ്ചിത കടം GSDPയുടെ 29% കൂടരുത് എന്ന് FRBM ആക്ട് അനുശാസിക്കുന്നു. അതിനു മുകളിൽ ഒരിക്കലും പോയിട്ടില്ല. നിങ്ങൾക്ക് ബജറ്റിൻ ബ്രീഫ് എടുത്ത് വെരിഫൈ ചെയ്യാവുന്നതാണ്. 2011-12 മുതൽ 15-16 വരെയുള്ള വർഷങ്ങളിൽ എന്നെങ്കിലും 29% മുകളിൽ അത് പോയിട്ടുണ്ടോ എന്ന്. അപ്പൊ അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ആ ഗവൺമെന്റിനെ പറ്റിയാണ് വൈറ്റ് പേപ്പറിൽ LDF പറഞ്ഞത് സർവം നാശത്തിലേക്കാണ്, കേരളം കടക്കെണിയിലേക്കാണ് എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴെന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കർശന നടപടികളുമായി മുന്നോട്ട് വരത്തക്ക രീതിയിൽ നമ്മുടെ സഞ്ചിത കടം 38% വരെയും ഒക്കെയാണ് പോയിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അത് ബജറ്റിന്റെ പ്രകാരത്തിൽ തന്നെ 32.37% അത് അതിൽ നിൽക്കുമെന്ന് ഉറപ്പില്ല വർഷാവസാനം. അപ്പൊ അങ്ങനെയുള്ള
ഒരു പരിതസ്ഥിതിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നോർക്കണം. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇത്രയധികം എന്താണ് പറയുക, ധൂർത്ത്. ഇതിന് ധൂർത്തം എന്നല്ലാതെ എന്താണ് പറയുക? അപ്പൊ അന്ന് ഇങ്ങനെ ചർച്ചയ്ക്ക് വന്ന വേളയിൽ ഈ വിഷയം, അതായത് ഇത് വലിയ ധൂർത്താണെന്നും ഇങ്ങനെ പേഴ്സണൽ സ്റ്റാഫിന്റെ നമ്പർ കുറയ്ക്കേണ്ടതാണ്, 16 ആണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് എങ്കിൽ കേരളത്തിൽ അതിനേക്കാൾ താഴെ പോകേണ്ടതാണ് സംസ്ഥാന തലത്തിൽ എന്നും ഒക്കെ ശക്തിയുക്തം വാദിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന LDFന്റെയും UDFന്റെയും സമുന്നത നേതാക്കൾ, സാധാരണ നേതാക്കളല്ല ഉണ്ടായിരുന്നത്, ആ സമുന്നത നേതാക്കൾ അവകാശപ്പെട്ടത് ജീവിതകാലം മുഴുവനും പാർട്ടിയെ സേവിക്കുന്ന വ്യക്തികളെയാണ് ഇങ്ങനെ പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിക്കുന്ന കുറച്ചു പേരൊക്കെ. അവർക്ക് പിന്നെ എന്താണ് അവർക്ക് മന്ത്രിയാകാൻ ഒക്കില്ല, അവർക്ക് MLA ആകാൻ ഒക്കില്ല, അവർക്ക് MP ആകാൻ ഒക്കില്ല, അതിനൊന്നും അവസരം കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് മന്ത്രിയായിട്ട് വരുന്നവരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് കിട്ടുക, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആജീവനാന്ത പെൻഷൻ ലഭിക്കുക, ഇതൊക്കെയാണ് അവരോട് ചെയ്യാവുന്ന ജസ്റ്റിസ് എന്നാണ് അന്ന് ആ സദസ്സിൽ ഉണ്ടായിരുന്ന ഞാനുമായിട്ട് സംവദിക്കാൻ എത്തിയ സമുന്നത നേതാക്കന്മാരൊക്കെ, UDFന്റെ നേതാവും LDFന്റെ നേതാക്കളും ഒരുപോലെ ഒരേ സ്വരത്തിൽ കൈ കോർത്തുകൊണ്ട്, എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് അവർ ചേർന്ന് നിന്നാണ് സംസാരിച്ചത്. അപ്പൊ ഇത് LDFും UDFും അറിഞ്ഞുകൊണ്ട് പിന്നെ ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഒരു പ്രക്രിയയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനം അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ഇതിനെ എതിർക്കുന്നത്? അതിന്റെ ആ ചർച്ച, അത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, ആ ചർച്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മന്ത്രി അന്ന് ഗവൺമെന്റ് പിരിഞ്ഞു കഴിഞ്ഞിരുന്നു, UDF ഗവൺമെന്റ് പോയി കഴിഞ്ഞിരുന്നു. അപ്പൊ ആ UDFിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്നെ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ എന്താ ഈ പറഞ്ഞു കൂട്ടുന്നത്, ഞങ്ങളൊക്കെ ജീവിതകാലത്തിൽ ഇത് എങ്ങനെയാ ജീവിക്കുക ഈ പെൻഷൻ തരാതിരുന്നാല് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നോക്കൂ, ഒരു അതായത് 15 വർഷം സേവനം പൂർത്തിയാക്കണം. PSC വഴി മികവ് തെളിയിച്ച് സർക്കാർ ഉദ്യോഗത്തിൽ എത്തുന്നവർ 15 വർഷം സേവനം പൂർത്തിയാക്കിയാൽ മാത്രമേ അവർക്ക് മിനിമം പെൻഷനുള്ള അർഹത വരുന്നുള്ളൂ. അതിനുശേഷമാണ് കൂടുതൽ എന്താ പറയുക, സേവനത്തിന്റെ അനുസരിച്ച് അവരുടെ പെൻഷൻ കിട്ടുന്ന സാധാരണ പെൻഷനിലേക്ക് എത്തുക. അപ്പൊ അങ്ങനെ 15 വർഷം സേവനം ചെയ്ത് കിട്ടുന്ന പെൻഷൻ എവിടെ നിൽക്കുന്നു? 2 വർഷം സേവനം ചെയ്ത് 2 വർഷം ഒരു ദിവസവും സേവനം ചെയ്ത് കിട്ടുന്ന നിങ്ങളുടെയൊക്കെ പെൻഷൻ എവിടെ നിൽക്കുന്നു? എല്ലാത്തിനും ഒരു മര്യാദ വേണ്ടേ? അപ്പൊ നമ്മുടെ സർക്കാരിന്റെ ഖജനാവ് കാലിയാണ്, അവിടെ പണമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തില് അതിനെ നീതീകരിക്കാൻ നമുക്ക് എന്ത് തെളിവാണ് കൊടുക്കാൻ പറ്റുക? ഒന്നുകിൽ കഴിവ്, അതായത് ശരിക്കും PSC വഴി കയറി വരുന്നവർ അവരുടെ മികവ് തെളിയിച്ചു വന്ന് ദീർഘകാല സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് റിട്ടയർ ചെയ്തു കഴിഞ്ഞ് പെൻഷൻ വാങ്ങുന്നത്. ഇത് അതുപോലെ അല്ലല്ലോ. അതായത് 2 വർഷം കൊണ്ട് അവര് വളരെ യൂത്ത് ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ പേഴ്സണൽ സ്റ്റാഫിന്റെ പൊസിഷനിൽ നിന്ന് മാറുന്നതും അപ്പോൾ മുതൽ അവർക്ക് പെൻഷൻ മരണം വരെ, എന്ന് വെച്ചാൽ എത്രയോ വർഷം, ചിലപ്പോ 50ഓ 60ഓ വർഷം പെൻഷൻ മേടിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ആ കൂട്ടത്തില്. അപ്പൊ ഈ തരത്തില് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹം എന്നോട് വളരെ എന്താ പറയുക, വലിയ അമർഷത്തോടു കൂടിയാണ് എന്നെ നേരിട്ടത്. ടെലിഫോണിലാണ് നേരിട്ടത്. അപ്പൊ ഞാനിങ്ങനെ തിരിച്ച് പറയുകയും ചെയ്തു, അപ്പം നിങ്ങളുടെ അർഹതയോട് കൂടിയല്ല നിങ്ങൾ പെൻഷൻ വാങ്ങിക്കുന്നത്, വെറും ആനുകൂല്യമായിട്ട്, അതായത് നിങ്ങൾ ചെയ്തു കൊടുത്ത സേവനം, ആ സേവനം ഏത് തരത്തിലുള്ള സേവനമാണെങ്കിലും 2 വർഷം ഒരു ദിവസവും സേവനം ചെയ്തതിന് ആജീവനാന്ത പെൻഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലും നീതീകരിക്കാനാകുന്നതല്ല എന്ന് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എങ്ങനെയാണ് കേരളം ഇങ്ങനെ ഈ ഫിസ്ക്കൽ ക്രൈസിസിലേക്ക് പോകുന്നത്? കാലാകാലങ്ങളിൽ ഓരോ ഗവൺമെന്റിന്റെയും പേഴ്സണൽ സ്റ്റാഫായിട്ട് എത്രയോ പേരാണ് അർഹതയില്ലാത്ത പെൻഷൻ സ്വീകരിക്കുന്നത്. ഇത് CAGയുടെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഇതൊരു ധൂർത്താണ് തീർച്ചയായിട്ടും. അർഹതയില്ലാത്തവർക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറയുന്നതിനെ ധൂർത്തായിട്ടല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് നോക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താണ്. അതായത് മരുന്നിന് ഡോക്ടർ ഇല്ലാത്ത മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു വന്ന, ഞാൻ ഓർമ്മിക്കുകയാണ്, ആ മരുന്നിന് ഡോക്ടർ ഇല്ലാത്ത മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ തൊട്ട് കാണിക്കാൻ അല്ലെങ്കിൽ ഒന്ന് അപ്രോച്ച് ചെയ്ത് ഡോക്ടറെ എന്ന് വിളിക്കാൻ ഒരു ഡോക്ടറുടെ സാന്നിധ്യം ഇല്ലാത്ത മെഡിക്കൽ കോളേജ്. അവിടെ എല്ലാം മേഞ്ഞു നടക്കുന്നത് ആരാണ്? പേപ്പട്ടിയാണ് മേഞ്ഞു നടക്കുന്നത്.
അപ്പൊ സർജറി കഴിഞ്ഞ് പുനർചികിത്സയ്ക്ക് വേണ്ടി വന്ന പേഷ്യന്റിനെ പേപ്പട്ടി കടിച്ചു എന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കണ്ടു. അപ്പൊ ആരോഗ്യ മേഖലയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജില് അതുപോലെ മറ്റു പലയിടത്തും സർജറി ഒക്കെ കഴിഞ്ഞ് ICUവില് ട്രോമയിൽ കിടക്കുന്ന പേഷ്യന്റിനെ പീഡിപ്പിക്കുക, സ്ത്രീകളെ പീഡിപ്പിക്കുക, ഇതൊക്കെ എന്തിന്റെ നാന്ദിയാണ് കാണിക്കുന്നത്? കോളേജുകളും സ്കൂളുകളും ഒക്കെ എങ്ങനെയായിരിക്കുന്നു? എല്ലാം രാസലഹരിയുടെയും ഒക്കെ എന്താ പറയുക, വിൽപ്പന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ന്യൂസ് കാണുക, നമ്മൾ US ലോക റാങ്കിങ്ങിൽ QS ലോക റാങ്കിങ്ങിൽ ഇന്ത്യൻ സർവകലാശാലകൾ ഉണ്ട്. ആഗോളതലത്തിൽ 500 ഇന്ത്യൻ സർവകലാശാലകൾ എടുത്തപ്പോൾ 10 എണ്ണം മാത്രമേ ഇന്ത്യയിൽ നിന്ന് അതിൽ ഇടം പിടിച്ചിട്ടുള്ളൂ. ആദ്യ 200 എണ്ണത്തിന്റെ പട്ടികയിലാണ് ഏതൊക്കെ വന്നിരിക്കുന്നത്? ഡൽഹി യൂണിവേഴ്സിറ്റി 123 റാങ്കിൽ, ബോംബെ യൂണിവേഴ്സിറ്റി 129 റാങ്കിൽ, മദ്രാസ് 180 റാങ്കിൽ, IITകൾ ഈ പറയപ്പെട്ട ഡൽഹി IIT, മുംബൈ IIT, മദ്രാസ് IIT ഇവയാണ് ഈ പറയപ്പെട്ട റാങ്കിനകത്ത് വന്നിരിക്കുന്നത്. അതായത് 180 റാങ്കിലാണ് മദ്രാസ് IIT. അത് കഴിഞ്ഞ് ആഗോള തലത്തിലെ 500 എണ്ണം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വേറെയും ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. കേരളത്തിൽ നിന്നോ ആകപ്പാടെ എന്തുണ്ട്? 1001നും 1200നും ഇടയ്ക്കുള്ള റാങ്കിൽ അമൃത വിശ്വവിദ്യാപീഠം മാത്രമാണ് കേരളത്തിൽ നിന്ന് ഇടം പിടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം, ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ ബജറ്റുകളിലും രണ്ടാം പിണറായി വിജയന്റെ ബജറ്റുകളിലും ഒക്കെ ഊറ്റം കൊണ്ടിരുന്നത് എന്തായിരുന്നു? കേരളത്തെ ഒരു വിശ്വവിജ്ഞാന ഹബ്ബാക്കി മാറ്റും. അത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു, ഒരുപാട് വിദേശ വിദ്യാർത്ഥികൾ കേരളത്തിൽ ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നു, അഡ്മിഷന് വേണ്ടി ക്യൂ നിൽക്കുന്നു എന്ന്. പക്ഷെ എല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കുട്ടികളാണ് കേട്ടോ, അല്ലാതെ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നിന്നോ ഒന്നും അല്ല വരുന്നത്. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നുവെങ്കിൽ യൂറോപ്പിൽ നിന്നും US നിന്നും ഒക്കെ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുമായിരുന്നു. കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുമായിരുന്നു. അത് നമുക്കൊരു വരുമാന മാർഗമാണ്. മറ്റുള്ളവിടങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ വരുമാന മാർഗങ്ങൾ ആകണമെന്നില്ല. ഒരു പക്ഷേ നാം കൊടുക്കുന്ന ഏതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കും. പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സൗകര്യം കൊടുക്കുന്നതിൽ തെറ്റില്ല, തീർച്ചയായും അത് ലോകത്ത് എവിടെയാണെങ്കിലും നല്ലതാണ്. പക്ഷേ നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല അവർ വരുന്നത്, അവരുടെ ദൗർഭാഗ്യം കൊണ്ടാണ് അവർ ഇവിടെ വരുന്നത്. നമ്മുടെ മെറിറ്റ് കൊണ്ട് വരണമെങ്കിൽ മെറിറ്റ് കൊണ്ട് തന്നെ പഠിക്കുന്ന, ഇവിടെ പണം ചെലവഴിച്ച് പഠിക്കുന്ന ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇഷ്ടം പോലെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ആ പണവും ഒരു ഇൻവെസ്റ്റ്മെന്റായി വരുന്ന തരത്തിലുള്ള മിടുക്കരായ യൂറോപ്യൻ കുട്ടികളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളവർ വരണം. അപ്പൊ അതൊന്നുമില്ല. കേരളത്തിൽ നിന്ന് ആകെ അമൃത വിശ്വവിദ്യാപീഠം, അതും 1001നും 1200നും ഇടയ്ക്കുള്ള റാങ്കാണ് ആ വിശ്വവിദ്യാപീഠത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിന്ന് പ്രീ ഡിഗ്രി കഴിയുമ്പോൾ ഇഷ്ടം പോലെ കുട്ടികൾ വിദേശത്തേക്ക് ചേക്കേറുന്നത്. അവര് ചേക്കേറുന്നത് ആഫ്രിക്കൻ കൺട്രീസിലേക്കല്ല, അവർ ചേക്കേറുന്നതൊക്കെ യൂറോപ്യൻ കൺട്രീസിലേക്കോ ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലേക്കോ ആണ്. എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ചോയ്സ് US തന്നെയാണെന്ന് തോന്നുന്നു. കാരണം വിദ്യാഭ്യാസത്തിന് വേണ്ടി അത്രയേറെ ചെലവഴിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് US, അതുപോലെ തന്നെ മറ്റൊന്നാണ് ചൈന. അപ്പൊ ഇങ്ങനെ ഈ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് പറയാൻ ഒന്നുമില്ല. വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെ പിന്നിലാണ് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ ആഗോളതലത്തിൽ വന്ന റാങ്കിങ്ങിനകത്ത് അമൃത വിശ്വവിദ്യാപീഠം 1000നും 1200നും ഇടയ്ക്ക് കിടക്കുന്നു എന്ന് പറയുന്നത്. വേറെ ഒറ്റ എണ്ണം പോലും അതിനകത്ത് വന്നിട്ടേ ഇല്ല. അപ്പം അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മോശമായി നമ്മുടെ പെർഫോമൻസ്. ഈ ഗവൺമെന്റിന് പിന്നെ എന്തിനെ പറ്റിയാണ് അങ്ങനെ, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്ന ഫണ്ട് അതിനെ ആശ്രയിച്ചിരിക്കും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പൊ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഓരോ സംസ്ഥാനത്തിന്റെയും വിദ്യാഭ്യാസത്തിനുള്ള ചെലവെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം എത്ര പരിതാപകരമായ അവസ്ഥയാണ് കേരളം ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്ര താഴ്ന്ന, അതായത് തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ആളോഹരി ഇൻവെസ്റ്റ്മെന്റ് എഡ്യൂക്കേഷനിൽ നടത്തുന്ന സംസ്ഥാനമായി കേരളം മാറി. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരള സംസ്ഥാനം
വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുകാർ പറയുന്നത്. കാരണം ഇവിടെയുള്ള സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ ഇൻവെസ്റ്റ്മെന്റ്, മൂലധന നിക്ഷേപം, അതുകൊണ്ടാണ് ആ ഒരവസ്ഥ. അത് തന്നെയാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന പിണറായി ഗവൺമെന്റിന്റെ, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ചെയ്തികൾ കൊണ്ടല്ല ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഇതാ വലിയ ടെൻഷനോ ഇതോടുകൂടി പറയുകയാണ്, കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്ക് പകരം ആ ഉച്ചക്കഞ്ഞിയുടെ സ്ഥാനത്ത് മെനുവിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. എങ്ങനെയാണ് മെനുവിൽ മാറ്റം വന്നിരിക്കുന്നത്? അവിടെ ബിരിയാണി വരെ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. പക്ഷെ സ്കൂൾ PTA, സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ്, ഹെഡ് മിസ്ട്രസ്മാര് ഒക്കെ ചോദിക്കുകയാണ്, എന്തെടുത്താണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത്? ഗവൺമെന്റ് തന്നിരിക്കുന്ന ഫണ്ട് കൊണ്ട് സാമാന്യ രീതിയിൽ പണ്ട് നടത്തിയിരുന്നത് പോലെയുള്ള ഉച്ചക്കഞ്ഞി, അതിന് പോലും അവര് വരി പണം പിരിച്ചെടുത്തും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പലപ്പോഴും പ്രഥമാധ്യാപക സ്ഥാനത്തേക്ക് വരാൻ പോലും അധ്യാപകർക്ക് താല്പര്യമില്ല. കാരണം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് ഉച്ചക്കഞ്ഞി നടത്തേണ്ടി വരുന്നു എന്ന കാരണം. അപ്പൊ അങ്ങനെ സമസ്ത മേഖലകളിലും നമുക്കിപ്പൊ തന്നെ ഒന്ന് നോക്കുക, ആരോഗ്യ മേഖലയെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ എക്കോസിസ്റ്റം എങ്ങനെയിരിക്കുന്നു, പരിസ്ഥിതി എങ്ങനെയിരിക്കുന്നു. ഇതുവരെ മഴക്കാലം ഏകദേശം മധ്യത്തോടടുക്കുകയാണ്. പക്ഷേ ഇതുവരെ ആ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. പേപ്പട്ടികളുടെ ശല്യം, പേപ്പട്ടി ആലയമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കേരളത്തെ പറ്റിയാണ് നമ്മളിപ്പോ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കേരളത്തിലാണ് ഈ ഫണ്ട് അനാവശ്യമായി ചെലവഴിക്കുന്നത്. അതായത് 2 വർഷവും 1 ദിവസവും സേവനം ചെയ്ത പേഴ്സണൽ സ്റ്റാഫിന് ആജീവനാന്ത പെൻഷൻ 3350 രൂപയിൽ തുടങ്ങുന്നു. അത് പിന്നെ ക്രമേണ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ രീതി അനുസരിച്ച് എല്ലാ 5 വർഷവും ശമ്പള പരിഷ്കരണം നടത്തുന്നു. ഇനി അത് 10 വർഷമായാലും എങ്ങനെയാണെങ്കിലും ഈ പെൻഷൻ വർദ്ധിച്ച് തന്നെ വരുന്നു. അതായത് മടിയന്മാരായ, ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കുന്നവരെ തീറ്റിപ്പോറ്റുകയാണ് ഈ കേരളത്തെ ഭരിക്കാനെത്തുന്ന സർക്കാരുകളുടെ ഉദ്ദേശം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് 10-40 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ഇവിടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ദിവസ വേതനമായിട്ട് 1250 മുതൽ 1500 രൂപ വരെ കൊടുക്കുമ്പോഴാണ് ഇവിടെ 2 വർഷവും 1 ദിവസവും ജോലി ചെയ്തവർക്ക് 3350 രൂപ പെൻഷൻ കൊടുത്ത് അവരെ മടിയന്മാരാക്കി മാറ്റുന്നത്. അങ്ങനെ അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉൽപാദനക്ഷമത, അതായത് ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള ആ താല്പര്യം തല്ലിക്കെടുത്തുകയാണ് ഗവൺമെന്റ് തന്നെ ചെയ്യുന്നത്. ഇത്തരം ഒരു പെൻഷൻ സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വഴിയായിട്ട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇടപെട്ട്, അസംബ്ലിക്ക് ഒരുപാട് അവകാശങ്ങളുണ്ടാകും, ഒരുപാട് നിയമങ്ങളൊക്കെ പക്ഷേ ജനങ്ങളുടെ അവകാശങ്ങളെ ആത്യന്തികമായി സംരക്ഷിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് ഇത്തരം നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമങ്ങളെ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.